ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കലത്തപ്പത്തിന്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ ചീനച്ചട്ടിയിലാണ് ചെയ്യുന്നത്, കുക്കറിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ രാഗി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നാടൻ കലത്തപ്പത്തിന്റെ റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഗ്ലാസ് ഗോതമ്പ് നുറുക്ക്, ഒരു ഗ്ലാസ് പച്ചരി എന്നുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത്. അതൊരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു ഗ്ലാസ് വേണ്ട, അര ഗ്ലാസ് ആണെങ്കിൽ രണ്ടും അര ഗ്ലാസ് വീതം എടുക്കുക. രണ്ടും ഒരേ അളവ് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 250 ഗ്രാമിൻ്റെ ഇതുപോലത്തെ ഒരു ഉണ്ട ശർക്കരയാണ് ഞാൻ ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ അത്രയും മതി കേട്ടോ. ഇനി മധുരത്തിനനുസരിച്ച് ശർക്കരയിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് കഴുകിയിട്ടുള്ള ഈ ഒരു ഗോതമ്പും അരിയും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്ക അതിൻ്റെ ഒരു കുരു മാത്രമായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കുറച്ച് കുറവായത് കാരണം തന്നെ കലത്തപ്പം കുറച്ചിൻ്റെ മാവ് നമ്മൾ കുറച്ച് ലൂസായിട്ടാണ് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചിട്ടുള്ള ഈ ഒരു മാവ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഒരുപാട് കുറുകിയിട്ടല്ല ഈ ഒരു മാവ് അരച്ചെടുക്കേണ്ടത്, കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നെയ്യപ്പത്തിൻ്റെ മാവ് പോലെ അല്ല കേട്ടോ. അപ്പോൾ ഇതിലേക്കൊരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് ശർക്കരയിൽ ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ശർക്കര നല്ല ഉപ്പുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് നമ്മളൊരു 5-6 മണിക്കൂർ ഇതൊന്ന് മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ഇനി നിങ്ങൾക്ക് മാവ് ഇങ്ങനെ വെക്കാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്താൽ മതി. എന്നാലും നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ, നല്ല കലത്തപ്പം തന്നെ കിട്ടും. ഇനി സോഡാപ്പൊടി ഒന്നും ചേർക്കണ്ട, നല്ല നാച്ചുറലായിട്ട് തന്നെ കഴിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ മാവ് ഒരു 5-6 മണിക്കൂർ രാവിലെ അരച്ചു വെച്ചിട്ട് വൈകുന്നേരം ഉണ്ടാക്കുക, അല്ലെങ്കിൽ രാത്രി അരച്ചു വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കുക, അങ്ങനെ എങ്ങനെയെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ഒരു 6 മണിക്കൂർ ഇവിടെ മാവ് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 6 മണിക്കൂറിന് ശേഷം ഇതുപോലെ തേങ്ങ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കഷ്ണങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ജീരകം കൂടെ ചേർക്കുന്നുണ്ട്, ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. ഇത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി പ്രത്യേകിച്ച് ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നട്ട്സ് അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിലൊക്കെ ചേർക്കാം കേട്ടോ, അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഒരു ചീനച്ചട്ടിയിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, ഉള്ളി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. ഇനി ചെറിയ ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റും കുത്തൊന്നും ഇഷ്ടമില്ല അവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചെറിയ ഉള്ളിയിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് ആ ഒരു നല്ലൊരു നാടൻ ടേസ്റ്റൊക്കെ കിട്ടുക. അപ്പോൾ ഇത് കുക്കറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ചീനച്ചട്ടി തന്നെയാണ് കലത്തപ്പം എപ്പോഴും ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ എൻ്റെ എല്ലാ കലത്തപ്പം റെസിപ്പീസും നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഞാൻ ഈ ചട്ടി തന്നെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കലത്തപ്പത്തിൻ്റെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് കനത്തിൽ ഒഴിക്കരുത്. ഞാനിവിടെ ഒരു 2-3 തവി അത്രയും മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് കട്ടി കൂടി കഴിഞ്ഞാൽ ഉൾഭാഗം വേവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കലത്തപ്പാക്കിയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ചെറിയ തീയിൽ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ ചട്ടിയായത് കാരണം തന്നെ ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും, അപ്പോൾ അടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കലത്തപ്പം റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നന്നായിട്ട് ആരൊക്കെ എടുത്തിട്ടാണ് കേട്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പാണ്, അടിയൊന്നും ഒരുപാടൊന്നും കരിയാതെ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല കലത്തപ്പം റെഡിയായി കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ടാവണം. പിന്നെ ആ മാവ് ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊരു തിള വരുന്ന ആ ഒരു സമയത്താണ് നമ്മളിത് അടച്ചു വെക്കുന്നത്. ആ ഒരു സമയത്ത് തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കുക. ആ ചട്ടിയുടെ ആ ചൂട് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ കലത്തപ്പം നല്ല പോലെ തന്നെ ആയി വരും. അപ്പോൾ ബാക്കിയുള്ള മുഴുവൻ നമുക്കിതുപോലെ തന്നെ മാവ് തീരോളം ഓരോന്നായിട്ട് ഇതുപോലെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഞാൻ ഒരുപാട് കലത്തപ്പത്തിൻ്റെ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക.
പിന്നെ നിങ്ങൾ ശർക്കരയുടെ അളവൊന്നും കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല കേട്ടോ. എല്ലാവരും പല ശർക്കരയും പല മധുരമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ മധുരം ചേർത്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, അരിയും ഗോതമ്പും ഒരേ അളവ് തന്നെ എടുക്കുക. ഒന്ന് കൂടി ഒന്ന് കുറച്ച് അങ്ങനെ എടുക്കരുത്. രണ്ടും ഒരേ അളവ് തന്നെ നിങ്ങൾ എടുക്കുക. അപ്പോൾ അടിയൊന്നും ഒരുപാട് കറിയാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കലത്തപ്പമാണ്. സാധാരണ അരി കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന കലത്തപ്പത്തിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. ഗോതമ്പും കൂടെ ചേർത്തുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ നല്ല ആരെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കലത്തപ്പം. അപ്പോൾ നല്ല ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുള്ള കലത്തപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലൊക്കെ ഉണ്ടാക്കി നോക്കുക. ഗോതമ്പ് അരിയൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഒരു വില കൂടിയ സാധനങ്ങളൊന്നും ഇതിൽ ചേർക്കണില്ല. എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെള്ളക്കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ഗ്ലാസ് പച്ചരി കുതിർത്ത് കഴുകി വാരിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചരി ഒരു 4-5 മണിക്കൂറെങ്കിലും നിങ്ങൾ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർത്ത് വെക്കുക. നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതേ പച്ചരി തന്നെയാണ് കേട്ടോ. ദോശക്കും അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അതേ പച്ചരി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് അരിക്ക് ഒരു മുട്ട എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അരിയുടെ അളവ് കൂട്ടി കൊടുക്കണമെങ്കിൽ മുട്ടയുടെ അളവും കൂട്ടി കൊടുക്കുക. ഇനി ഒരു 1/2 ഗ്ലാസ് പാലാണ്, തേങ്ങാപ്പാലാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ തന്നെ എടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഒരു 2 ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മിക്സിയിൽ. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ എക്സ്ട്രാ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ ഒരു ലൂസ് തന്നെ നമുക്ക് ഈ കലത്തപ്പത്തിൻ്റെ മാവ് വേണ്ടത്. ഒരുപാട് കട്ടിയായിട്ട് കലത്തപ്പത്തിൻ്റെ മാവ് എടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് കിട്ടൂല. ഈ ഒരു പാകത്തിനാക്കിയിട്ട് അരച്ചെടുക്കുക. ഇനി ഇത് നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കണം കേട്ടോ. ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെക്കണമെങ്കിൽ അത്രയും നല്ലതാണ്. ഒരു 3-4 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. നമ്മളിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി നന്നായിട്ട് വെളിച്ചെണ്ണയിൽ തൂമ്പിച്ചിട്ട് ഒഴിച്ചിട്ടുള്ളതാണ്. വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതുപോലെ കുറച്ച് തേങ്ങാ കഷ്ണങ്ങളും ഞാനിതുപോലെ കുറച്ച് നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നെയ്യ് വേണം നിർബന്ധമൊന്നുമില്ല. ഇനി കുറച്ച് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിൽ തന്നെ വറക്കണമെന്നില്ല കേട്ടോ. നെയ്യിൽ വറക്കണമെങ്കിൽ കുറച്ചും കൂടി ആ തേങ്ങാക്കൊത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ കറക്റ്റാണോ എന്നൊക്കെ നോക്കുക കേട്ടോ അരച്ച് വെക്കുന്ന സമയത്ത്. ഇനി ആ തേങ്ങയും ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് ആ ഒരു പാനിലേക്ക് തന്നെ ഞാൻ ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ആ പാൻ കഴുകാതെ തന്നെ ആ ഒരു ഓയിൽക്ക് തന്നെയാണ് ഞാൻ ഈ മാവ് ഒഴിച്ചിട്ടുള്ളത്. ഒഴിക്കുന്ന സമയത്ത് പാൻ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് തീയെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാനായിട്ട്. നമ്മൾ സാധാരണ കലത്തപ്പം ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ഇത് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ പാനിലാണ് ചെയ്തിട്ടുള്ളത്. കുക്കറിൽ ചെയ്യാം, അതുപോലെ ചീനച്ചട്ടിയിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഞാനിപ്പോൾ പാനിലായതുകൊണ്ട് തന്നെ അധികം കട്ടി ഉണ്ടാവില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇത് അടച്ചു വെച്ചിട്ടൊരു 20 മിനിറ്റ് 15 to 20 മിനിറ്റ് വരെ ടൈം മതി നമുക്കിത് വേവാനായിട്ട്. അപ്പോൾ കുക്കറിൽ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കലത്തപ്പമാണ് കേട്ടോ. അത് നമ്മൾ മുട്ടയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ അതിന് മുകൾ ഭാഗം ഇതുപോലെ തന്നെ ഇരിക്കുക. ഉൾഭാഗം നന്നായിട്ട് തന്നെ ആരെടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കലത്തപ്പാണത്. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് നല്ല ചൂടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാൻ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാൽ കുറച്ച് മധുരം ഇട്ടിട്ട് നമുക്കതിൽ മുക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് സാധാരണ കലത്തപ്പല്ല കേട്ടോ, രാഗി ചേർത്തിട്ടുള്ള ഒരു കലത്തപ്പാണ്. രാഗി ഇന്ന് ചില ഭാഗത്ത് മുത്താറി പഞ്ഞപ്പുല്ല് എന്നൊക്കെ ആവും പറയുക. അപ്പോൾ രാഗി ചേർത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കലത്തപ്പാണ്. അപ്പോൾ നന്നായിട്ട് വരും, നല്ല സോഫ്റ്റായിട്ട് നല്ല ആയിട്ട് തന്നെ ഈ കലത്തപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് സാധാരണ കലത്തപ്പത്തിൻ്റെ റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കലത്തപ്പാണിത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക കേട്ടോ.
അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. 1 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു 5 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം കഴുകിയെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 1/2 കപ്പ് രാഗി അതുപോലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 1 കപ്പിന് 1/2 കപ്പ് രാഗി എന്നുള്ള കണക്കാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നിച്ചെന്നെ അങ്ങോട്ട് അരച്ചെടുക്കുക. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അരക്കേണ്ട ആവശ്യമില്ല, ഒന്നിച്ചെന്നെ നമുക്ക് അരച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 200 ഗ്രാം ശർക്കര ഉരുക്കിയതാണ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കുകയും ചെയ്യാം കേട്ടോ ശർക്കരയുടെ അളവ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതിനുശേഷം 2 ഏലക്കായ അതുപോലെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ വീണ്ടും ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഏലക്കായ ഇപ്പോൾ ചേർക്കണില്ല എന്നുണ്ടെങ്കിൽ ഏലക്കൻ്റെ പൊടി ലാസ്റ്റ് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും ഇതിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി വെള്ളം കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ശർക്കര പാനി ബാക്കിയുണ്ടെങ്കിൽ അത് മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് അതന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മൾ ഈ മാവ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം മാത്രം ചുട്ടെടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. കലത്തപ്പത്തിന് നമ്മൾ സാധാരണ എടുക്കുന്ന ആ ഒരു പാകം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളതിൻ്റെ കൂടെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. തേങ്ങ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഇടണ്ട കേട്ടോ. അതുപോലെ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഈ തേങ്ങ ചിരകിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഈ മാവ് കുറച്ച് സമയം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കുക. ഞാനിത് കുക്കറിലല്ല കേട്ടോ ചുടുന്നത്, ഞാൻ ചീനച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ചങ്ങോട്ട് താളിച്ച് ഒഴിച്ചിട്ട് മാവിലേക്ക് ഒഴിച്ചാൽ മതി. ഞാനിത് ഓരോന്നിനും വേണ്ടിയിട്ട് ഇങ്ങനെ കുറേശ്ശായിട്ട് താളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചിട്ട് ഓരോ കലത്തപ്പങ്ങളായിട്ട് ചുട്ടെടുക്കുക. ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലാക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നല്ല ആരൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ കലത്തപ്പം കഴിക്കാനായിട്ടും. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. സാധാരണ കലത്തപ്പത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. റാഗിൻ്റെ ടേസ്റ്റും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്താ പറയുക, എൻ്റെ മറ്റ് റെസിപ്പികളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് തന്നെ ആരെടുത്തൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സംശയമൊന്നും വേണ്ട കേട്ടോ, നന്നാവില്ലേ എന്നൊക്കെ ഉള്ള. അപ്പോൾ നല്ല ആയിട്ട് തന്നെ നന്നാവും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ എന്താ പറയുക, നിങ്ങളുടെ സജഷൻസൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.